രാധു കണ്ണുകൾ മയങ്ങി വന്നതും എന്തോ സ്വപ്നം കണ്ട് ഋതിക കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. സ്വപ്നത്തിലെ ഭയാനകമായ ദൃശ്യത്തിന്റെ ഫലമെന്നോണം അവൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. തനിക്ക് മുകളിൽ വേഗത്തിൽ കറങ്ങുന്ന ഫാനിലേക്ക് ഒരു നിമിഷം അവളുടെ നോട്ടം ചെന്ന് നിന്നു. പിന്നെ കിതച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ടേബിളിൽ നിന്നും കൈ എത്തിച്ച് ജഗ് എടുത്ത് അതിൽ നിന്നും വെള്ളം മതിവരുവോളം കുടിച്ചു. എന്താ ഇപ്പോ ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ? ആർക്കോ എന്തോ അപകടം സംഭവിച്ചതുപോലെ മനസ്സ് പറയുന്നു. തൻ്റെ ക്രമം തെറ്റി മിടിക്കുന്ന നെഞ്ചിലേക്ക് കൈ ചേർത്തുകൊണ്ട് ഋതിക അസ്വസ്ഥതയോടെ ഓർത്തു. അപ്പോഴാണ് ശിവൂട്ടൻ്റെ ചിണുങ്ങിയുള്ള കരച്ചിൽ അവളുടെ കാതിൽ പതിയുന്നത്. ഞെട്ടലോടെ അങ്ങോട്ട് നോക്കുമ്പോൾ കൈകളാൽ തന്നെ പരതി നോക്കിക്കൊണ്ട് വിതുമ്പി കരയുന്ന ശിവൂട്ടനെയാണ് ഋതിക കാണുന്നത്. തൻ്റെ ചൂട് നഷ്ടപ്പെട്ടതിലുള്ള അസ്വസ്ഥതയാണ് കുഞ്ഞിനെന്ന് അവൾക്ക് മനസ്സിലായി. ബെഡിലേക്ക് പതിയെ കിടന്നുകൊണ്ട് ശിവൂട്ടനെ മാറോട് ചേർത്ത് കിടത്തി. തൻ്റെ അമ്മയുടെ ചൂട് വീണ്ടും അറിഞ്ഞതും ശിവൂട്ടൻ ചിണുക്കം നിർത്തി. ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷെ അപ്പോഴും ഋതികയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നുകൊണ്ടിരുന്നു. ആർക്കോ എന്തോ അപകടം സംഭവിച്ചുവെന്ന് അപ്പോഴും അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അസ്വസ്ഥമാകുന്ന തൻ്റെ മനസ്സിനെ പണിപ്പെട്ട് വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. നേരം വെളുക്കുവോളം ആ സ്വപ്നത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് ഉറക്കമില്ലാതെ കിടന്നു. നീതുവിൻ്റെ ഫ്ലാറ്റിൽ അവളെ കാണാനായി വന്നിരിക്കുവാണ് വാസു. വന്ന നേരം മുതൽ ഒന്നും മിണ്ടാതെ അവൻ ഒരേ ഇരിപ്പാണ്. അവൻ എതിർവശത്തായി ഒരു ചെയർ വലിച്ചിട്ട് അതിൽ അവനെ തന്നെ നോക്കി സംശയത്തോടെ ഇരിക്കുവാണ് നീതു. എന്താ വസു, നിനക്ക് പറ്റിയത്? വന്ന നേരം മുതൽ ഇങ്ങനെ മുഖവും കയറ്റിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയതാണല്ലോ. നീ കളിക്കാതെ കാര്യം പറഞ്ഞേ. അവൻ്റെ മൗനം നോക്കിയിരുന്ന് ക്ഷമ നശിച്ചപ്പോൾ നീതു അവനോട് കാര്യം തിരക്കി. നിനക്ക് ഋതുവിനെ കാണണ്ടേ നീതു? അത്രയും നേരം മൗനമായിരുന്ന വസു തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞെട്ടി തരിച്ചുപോയി നീതു. അവൻ പറഞ്ഞ പേര് അവളുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ ഒരു മിന്നായം പോലെ കടന്നു വന്നു. അതിൻ്റെ ഫലമായി കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ കവിളിനെ നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. ഋതുവോ? ഞെട്ടൽ വിട്ടുമാറാതെ അവൾ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതെ, നിന്റെ പഴയ ഋതു തന്നെ. അവളിപ്പോൾ നമ്മുടെ തറവാട്ടിലുണ്ട്. വസു ഭാവഭേദം ഒന്നുമില്ലാതെ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഋതിക ദേവമംഗലത്ത് വന്നത് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വസു അവളെ അറിയിച്ചു. നീ എന്തു ഭ്രാന്താ വസു പറയുന്നത്? മരിച്ചു പോയവൾ എങ്ങനെ നമ്മുടെ തറവാട്ടിൽ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. അത് ഋതികയാണെങ്കിൽ കൂടെയുള്ള കുഞ്ഞ് ആരുടേതാ? നീതു അവനെ ശക്തമായി എതിർത്തു. പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. നീതു, എനിക്ക് നിന്നോട് നുണ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കുഞ്ഞ് ആരുടേതാണെന്ന് എനിക്കറിയില്ല. അവളോട് ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ലെന്ന് പറയുന്നു. ഇപ്പോൾ അത് സംസാരിക്കാനുള്ള നേരമല്ല. സോ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം എൻ്റെ ഒപ്പം വരാൻ നോക്ക്. ഇന്നു മുതൽ നീ തറവാട്ടിൽ താമസിച്ചാൽ മതി. വസു ആജ്ഞാപിക്കും പോലെ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോകാനായി തിരിഞ്ഞു. ഇല്ല വസു, തറവാട്ടിലേക്ക് ഞാനില്ല. അത് നടക്കില്ല. കണ്ണുകൾ വാശിയോടെ തുടച്ചു നീക്കി ഒരു തരം ദേഷ്യത്തോടെ നീതു അത് പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് തീപാറുന്നൊരു നോട്ടമായിരുന്നു അതിനുള്ള വസുവിൻ്റെ മറുപടി. ഞാൻ നിന്റെ ഏട്ടനാണെന്ന കാര്യം നീ മറക്കണ്ട. എന്നെ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ ഇവിടെ നിന്നും എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായി അറിയാം. വെറുതെ നീ എന്നെ ചീത്തയാക്കരുത് നീതു. വേഗം പോയി എല്ലാം എടുത്തിട്ട് വാ. വസുവിൻ്റെ ഉയരുന്ന ശബ്ദത്തിൽ ഒന്ന് വിറച്ചുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് കയറിപ്പോയി. തിരികെ വീട്ടിലെത്തിയിട്ടും സ്നേഹ ആകെ തകർന്നതുപോലെ ഇരിപ്പായിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് പോകാനോ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാനോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. റൂമിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു. മോളെ സച്ചു, വന്ന നേരം മുതലുള്ള അവളുടെ പെരുമാറ്റം കണ്ട് സഹിക്കവയ്യാതെ പ്രഭാകരൻ വിളിച്ചു. അയാളുടെ പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് കട്ടിലിൽ കരഞ്ഞ് തളർന്നു കിടന്ന സ്നേഹ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു നീക്കി മുഖത്തൊരു പുഞ്ചിരിയും വരുത്തി അവൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഹാളിലെ കട്ടിലിൽ തൻ്റെ വരവിനായി കാത്തു കിടക്കുന്ന പ്രഭാകരനെ കാണേ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. എന്താ മോളെ, എത്ര നേരമായി നീ വന്നിട്ട്? അച്ഛനെ ഒന്ന് വന്ന് കാണാൻ നിനക്ക് തോന്നിയില്ലേ? അത് ചോദിക്കുമ്പോൾ പ്രഭാകരൻ്റെ തൊണ്ട വല്ലാതെ ഇടറിപ്പോയിരുന്നു. അത് വല്ലാത്ത ക്ഷീണം തോന്നിപ്പോയി അച്ഛാ.
കുറച്ചു നേരം കിടക്കാമെന്ന് കരുതിയാ ഞാൻ. അയാളുടെ മുഖത്തേക്ക് നോക്കാതെ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. മോളെ, ഇങ്ങ് അടുത്ത് വാ. പ്രഭാകരൻ പതിയെ കൈ ഉയർത്തി അവളെ അടുത്തേക്ക് വിളിച്ചു. ഇടറുന്ന കാലടികളോടെ സ്നേഹ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പറ മോളെ, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടുന്നത്? തൊണ്ട ഇടറുന്നുണ്ടെങ്കിലും അത് പുറത്തു വരാതിരിക്കാൻ പ്രഭാകരൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അല്ലച്ചാ, ഞാൻ എന്തിനു വേദനിക്കണം? ഒന്നോർക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ അച്ഛാ? അയാളുടെ കണ്ണിലേക്ക് നോക്കി പറയുന്നതിനൊപ്പം പൊട്ടിക്കരഞ്ഞുപോയി സ്നേഹ. അവൾ അത് പറയുമ്പോൾ പ്രഭാകരൻ്റെ കണ്ണുകൾ നീണ്ടത് തനിക്ക് എതിർവശത്തായി ചുവരിൽ വെച്ചിരിക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ്റെ മാല ചാർത്തിയ ചിത്രത്തിലേക്കായിരുന്നു. ആ ചിത്രത്തിലെ തൻ്റെ മകൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടതും സ്നേഹയുടെ തലയിൽ തഴുകിക്കൊണ്ട് ഒന്ന് വിതുമ്പിപ്പോയി ആ അച്ഛൻ. സാരമില്ലടാ, അവൻ എവിടെ പോകാനാ? ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെ. എല്ലാം അവൻ കാണുന്നുണ്ട് മോളെ. അവൻ തന്നെ നമ്മളെ ഈ കുരുക്കിൽ നിന്നും രക്ഷിക്കും, പേടിക്കണ്ട. അച്ഛൻ്റെ മനസ്സ് പറയുന്നു ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും. എൻ്റെ കുട്ടി ഇങ്ങനെ കരയാതെ. അച്ഛൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് ഏങ്ങി കരയുന്ന സ്നേഹയെ തലയോടിക്കൊണ്ട് പ്രഭാകരൻ അവളെ സമാധാനിപ്പിച്ചു. സ്വയം ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് മനസ്സ് 100 തവണ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏട്ടന് ഞാൻ കൊടുത്ത വാക്കാ, അച്ഛനെ നോക്കിക്കൊള്ളാമെന്ന്. എനിക്കത് പാലിക്കണം. സ്നേഹയുടെ ശരീരത്തിലെ അവസാന ശ്വാസം നിലയ്ക്കും വരെയും ആ വാക്ക് ഞാൻ പാലിക്കും. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉരുകുന്നത്? നമുക്ക് ഒരുമിച്ച് പോകാം മോളെ. സ്വന്തം മകളുടെ മാനം പോലും സംരക്ഷിക്കാൻ കഴിയാതെ ഈ കിടക്കയിൽ കിടന്നിങ്ങനെ ഉരുകുന്നൊരു പാപിയായ അച്ഛനായി പോയി ഞാൻ. അത്രയും നേരം സ്നേഹയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്തിരുന്ന പ്രഭാകരൻ തനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന പോലെ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, കരയല്ലേ. എനിക്കൊന്നുമില്ല. ആ ദുഷ്ടനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. അവൻ ഇനിയും എന്നെ വിളിക്കും. വിളിക്കട്ടെ. അവന് വേണ്ടി നല്ലൊരു വിരുന്ന് ഞാൻ ഒരുക്കുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിൽ അവൻ വരും എൻ്റെ വിരുന്നുണ്ണാൻ. അത് പറയുമ്പോൾ സ്നേഹയുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങുന്നുണ്ടായിരുന്നു. നീതു, നീ അകത്തേക്ക് കയറുന്നോ അതോ ഞാൻ എൻ്റെ രീതിക്ക് നിന്നെ കയറ്റണോ? തറവാടിൻ്റെ മുറ്റത്ത് തന്നെ അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്ന നീതുവിനെ നോക്കി വസു പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അത് വസു, മുത്തശ്ശി ഉണ്ടാവില്ലേ ഇവിടെ? നീതു പരിഭ്രമത്തോടെ തല താഴ്ത്തി. ഇവിടെ ഇല്ലാതിരിക്കാൻ ദേവമംഗലം തറവാട്ടിലെ തറവാട്ടമ്മ ഭാഗ്യലക്ഷ്മി മരിച്ചിട്ടില്ല. അവളത് ചോദിച്ചു തീർന്നതും അകത്തു നിന്നും ഇറങ്ങി വന്ന് യശോദ ഒരുതരം പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ. അവരെ കണ്ടതും നീതു പതിയെ പറഞ്ഞു. അമ്മ, നിനക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനൊരാളെ? അവൾ പറഞ്ഞത് കേട്ട് യശോദ ദേഷ്യത്തോടെ നീതുവിന് നേരെ ചീറി. അവരുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. വസു, നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ആ വഴി ജീവിച്ചാൽ മതി. അങ്ങനെയുള്ളവർക്ക് കയറി നിരങ്ങാനുള്ളതല്ല ദേവമംഗലം. ഇവളോട് ഇവിടെ നിന്ന് പോകാൻ പറ. യശോദ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മായി, ഞാൻ നിർബന്ധിച്ചിട്ടാ ഇവൾ ഇങ്ങോട്ട് വന്നത്. ഇവൾ ഇപ്പോൾ തറവാട്ടിൽ നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എതിർക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ മുഖം നോക്കാതെ വല്ലതും ചെയ്തു പോകും ഞാൻ. വസുവിൻ്റെ ശബ്ദത്തിലെയും വാക്കുകളിലെയും വ്യത്യാസം മനസ്സിലാക്കി പിന്നീടൊന്നും പറയാനില്ലാത്തതുപോലെ യശോദ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. വാ. നീതുവിൻ്റെ കയ്യിൽ പിടിച്ച് വസു അകത്തേക്ക് കയറി. വസു, വേണ്ട, ആർക്കും ഇഷ്ടമാവില്ല. നീതു അസ്വസ്ഥതയോടെ പറഞ്ഞ് വസുവിൻ്റെ കൈ വിടുവിക്കാൻ നോക്കി. ആരുടെയും ഇഷ്ടം നോക്കിയല്ല നീ ഇവിടെ കഴിയേണ്ടത്. ഇത് നിന്റെ കൂടി തറവാടാണ്. മിണ്ടാതെ വരാൻ നോക്ക്. അവളോട് ദേഷ്യത്തിൽ പറഞ്ഞ് വസു അവളെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഓഹോ, ഊരുതെണ്ടികളൊക്കെ വീട്ടിൽ കയറി തുടങ്ങിയോ? അകത്തേക്ക് വസുവിനൊപ്പം കയറി വരുന്ന നീതുവിനെ കണ്ട് ഒരു പുച്ഛത്തോടെ ചോദിച്ച് കാവേരി സോഫയിൽ നിന്നും എഴുന്നേറ്റു. അവർക്കൊപ്പം തന്നെ തറവാട്ടമ്മയും നീലുവും ദേവികയും രവീന്ദ്രനും മഹേന്ദ്രനും ഉണ്ടായിരുന്നു. കുറച്ചു മാറി എല്ലാം കണ്ട് യശോദയും നിൽക്കുന്നു. ചെറിയമ്മേ, ഇവൾ എന്നു മുതലാ നിങ്ങൾക്ക് ഊരു തെണ്ടിയായത്? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം, അതും ഒരു പെൺകുട്ടിയോട്. വസുവിൻ്റെ ശബ്ദം കാവേരിക്ക് നേരെ ഉയർന്നു. അവൻ്റെ വലിഞ്ഞു മുറുകുന്ന മുഖം കണ്ട് കാവേരി പേടിയോടെ പുറകിലേക്ക് നീങ്ങി നിന്നു.
വസു, നീ ആരോടാ സംസാരിക്കുന്നതെന്ന ബോധ്യമുണ്ടോ നിനക്ക്? കാവേരിക്ക് നേരെ ചീർന്ന വസുവിനെ വിലക്കിക്കൊണ്ട് തറവാട്ടമ്മ അവർക്കിടയിലേക്ക് കയറി നിന്നു. എനിക്ക് എല്ലാം നല്ല ബോധ്യമുണ്ട് മുത്തശ്ശി. ഇവിടെയുള്ള ഓരോരുത്തരെയും എനിക്ക് അറിയാവുന്നതുപോലെ ആർക്കും അറിയില്ല. സ്വന്തം മക്കളെ പോലും വിശ്വാസമില്ലാത്ത ദുഷിച്ച മനസ്സുള്ളവരാ ഇവിടെയുള്ളവരെല്ലാം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇവിടുത്തെ കൊച്ചു തമ്പുരാൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്നതും ഇവിടെ നടക്കും. ഇവൾ ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല. വാക്കുകൾ കൊണ്ട് നോവിച്ച് ഇവളെ ഇറക്കി വിടാമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളഞ്ഞേക്ക്. നീതു, റൂമിലേക്ക് പോ. എല്ലാവരോടുമായി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് വസു നീതുവിന് നേരെ തിരിഞ്ഞു. ഏട്ടൻ എന്ത് വിവരക്കേടാ ഈ കാണിക്കുന്നത്? ആരുടെയോ കൂടെ അഴിഞ്ഞാടി നടന്ന ഇവളെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഏട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ഇനി നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കാണാനാണോ? മുത്തശ്ശി എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? എന്താ ഈ തോന്നിവാസം എതിർക്കാത്തത്? പറഞ്ഞു തീർന്നതും ആരുടെയോ ശക്തമായ അടികൊണ്ട് നിലത്തേക്ക് തെറിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. കവിളിൽ കൈ അമർത്തി നിലത്ത് കിടന്നുകൊണ്ട് തന്നെ തല ഉയർത്തി നോക്കുമ്പോൾ കണ്ടു കണ്ണിലെരിയുന്ന അഗ്നിയുമായി നിൽക്കുന്ന വസുവിനെ. ചുറ്റുമുള്ള എല്ലാവരും അവൻ്റെ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുവാണ്. ഇനി നിന്റെ പിഴച്ച നാവുകൊണ്ട് ഇവളെന്തെങ്കിലും പറഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും നിന്നെ ഞാൻ. വസുവിൻ്റെ ഗാംഭീര്യമേറിയ ശബ്ദം അവിടെയെങ്ങും പ്രതിധ്വനിച്ചു.